ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഒരു പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ പൈനാപ്പിൾ? ഈ പൈനാപ്പിൾ ഇട്ട് നല്ല ഒരു അടിപൊളി സൂപ്പർ സംഭവം ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഒരു സാധാരണ കപ്പിന് ഒരു 1/2 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. കാണാമെന്ന് വിചാരിക്കുന്നു. 1/2 കപ്പ് അരിപ്പൊടി അതിലിട്ടിട്ടു. ഇനി നമുക്ക് അതിലേക്ക് കടലപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. കടലപ്പൊടി നമുക്കൊരു 3/4 കപ്പ്, ഈ അതേ കപ്പിന് 3/4 കപ്പ് കടലപ്പൊടി ഇടാം. ഓക്കെ, 3/4 കപ്പ് കടലപ്പൊടി ഉണ്ട്, അത് ഇതിലോട്ടിട്ടു. ഇനി ബാക്കി കാണാം. ഇതിനാവശ്യമായ ഉപ്പ് നീരാണ് ഞാൻ ഒഴിക്കുന്നത്. ഉപ്പ് പൊടി ഇടുന്നവർക്ക് ഉപ്പ് പൊടി ഇടാം. അടുത്ത പറയാം. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടു. നുള്ള് മഞ്ഞൾപ്പൊടി. ഞാൻ അതേ കപ്പ്, നമ്മൾ പൊടിയെടുത്ത കപ്പിൽ ആ കപ്പിൽ നിറച്ച് വെള്ളം എടുത്തിരിക്കുകയാണ്. നമുക്ക് ഈ വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കുറേശ്ശെ കുഴച്ച് കൊടുക്കാം. ഒറ്റയടിക്ക് ഒഴിക്കുക, ഒരുമിച്ചങ്ങ് ഒഴിക്കരുത്. കുറേശ്ശെ വേണം ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പാകം തെറ്റിപ്പോവും. അരിപ്പൊടി പ്രത്യേകിച്ചും പലതരത്തിലുള്ളതായിരിക്കും. അരിപ്പൊടി നമുക്ക് ചിലപ്പോൾ നല്ല പെട്ടെന്ന് ശരിയാവണമായിരിക്കും, ചിലത് പശ കൂടുതലായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കുഴയ്ക്കാൻ. ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഉപ്പ്, ചെറിയ മധുരമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് നോക്കാം. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും മധുരം കൂടെ ചേർന്നപ്പം ഒരു പ്രത്യേക സ്വാദം. ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കുകയാണ് ഞാൻ. 1 കപ്പ് മുഴുവൻ ഒഴിച്ചിട്ടില്ല. അതിൽ ആ കപ്പിൻ്റെ 1 സ്പൂണോളം വെള്ളം ബാക്കി വന്നു. ബാക്കി മുഴുവൻ നമ്മൾ ഒഴിച്ചു. ഫ്ലെയിം ഓണാക്കി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഞാനിതിലോട്ട് എണ്ണ ഒഴിക്കുകയാണ്. മതിയാകും. ഇവിടെ മാവ് കലക്കി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഈ നമ്മുടെ പൈനാപ്പിൾ കുട്ടപ്പന അതിലോട്ടിട്ടു. നോക്കട്ടെ, എണ്ണ ഒന്ന് ചൂടായത് നോക്കട്ടെ. എണ്ണ ചൂടായി. ഇതിലോട്ടിടാൻ പോവാണ്. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പൊരി ആയിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും മറിച്ചിട്ട് എടുക്കാം. ഇതായിട്ടുണ്ട്, കണ്ടോ? നമുക്കിതെടുക്കാം. റെഡി ആയിട്ടുണ്ട്, കണ്ടോ? ഇത് നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. ഇതിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ, ഇതാണ്. നമ്മൾ സാധാരണ മറ്റേ പഴംപൊരി ബജ്ജി ഒക്കെ ഉണ്ടാക്കില്ലേ, അതുപോലത്തെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇതിനകത്ത് മറ്റേ സോഡാപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. സോഡാപ്പൊടിയൊക്കെ ഇടാൻ വേണമെങ്കിൽ ഞാൻ ഇട്ടിട്ട്, സോഡാപ്പൊടി ഒന്നും ഇടുന്നില്ല, അത് ഇടാതിരിക്കാൻ നല്ലത്. ഇതൊരെണ്ണം ഞാൻ ഒന്ന് മുറിച്ച് നോക്കട്ടെ. കടിച്ച് തിന്നേണ്ട സാധനമാണ്. പുറമേ നല്ല ക്രിസ്പി, അകത്ത് നല്ല ജ്യൂസിയാണ്. അടിപൊളി സ്വാദം. എല്ലാം ട്രൈ ചെയ്ത് നോക്കൂ. ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.